നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി ബ്രിട്ടനിൽ ഹിന്ദു വിരുദ്ധത വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. താൻ അധികാരത്തിൽ വന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് കെയർ സ്റ്റാർമർ ഹിന്ദു സമൂഹത്തിന് നൽകുന്നത്. ബ്രിട്ടനിൽ നീണ്ട 14 വർഷത്തിനുള്ളിൽ ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ്. കെയർ സ്റ്റാർമർ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്നു. നിലവിലെ പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവുകളെ തുടച്ചു നീക്കുമെന്നുള്ള പ്രവചനങ്ങളാണ് പുറത്തുവരുന്നത്. ലേബർ 410 സീറ്റുകൾ നേടുമെന്നും കൺസർവേറ്റീവുകൾ 114 സീറ്റുകൾ നേടുമെന്നും തോൽവി സമ്മതിച്ചുകൊണ്ട് സുനക് പറഞ്ഞു കഴിഞ്ഞു. 650 അംഗ പാർലമെന്റിലേക്ക് വൻ ഭൂരിപക്ഷം നേടി ലേബർ പാർട്ടി അധികാരത്തിലെത്താൻ ഒരുങ്ങുകയാണ്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ചാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 325 സീറ്റ് ലേബർ പാർട്ടി ഇതിനോടകം നേടിക്കഴിഞ്ഞു. 410 സീറ്റുകൾ വരെ ഇവർക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട്. നിയമത്തിനും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും അദ്ദേഹം നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അന്തരിച്ച എലിസബത്ത് രാജ്ഞി പ്രത്യേക പദവി നൽകി ആദരിച്ച വ്യക്തിയാണ് 61കാരനായ കെയർ സ്റ്റാർമർ. അഭിഭാഷകനായ കെയർ 2015 ആദ്യമായി പാർലമെന്റിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 ലേബർ പാർട്ടി നേരിട്ട കനത്ത പരാജയത്തിന് ശേഷം പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് കെയറിന്റെ പരിശ്രമത്തിലൂടെയാണ്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാർട്ടി മുൻ നേതാവ് ജെറമി കോർബിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പ്രവാസി ഇന്ത്യക്കാരുമായി പാർട്ടിയുടെ ബന്ധം മെച്ചപ്പെടുത്തിയത് കെയറിന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ വർഷം നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം കെയർ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ആഗോള സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കെയർ പറഞ്ഞിരുന്നു. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്നും സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തേടുന്നത് ഉറപ്പാക്കുമെന്നും കെയറിന്റെ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറയുന്നു. ഈ വർഷം ആദ്യം ലണ്ടനിലെ കിങ്സ്ബറിയിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ബ്രിട്ടനിൽ ഹിന്ദു ഫോബിയയ്ക്ക് സ്ഥാനമില്ലെന്നാണ് ഹിന്ദു സമൂഹത്തിന് അന്ന് അദ്ദേഹം വാക്ക് നൽകിയത്. അതുപോലെ കൺസർവേറ്റീവ് സ്ഥാനാർത്ഥി ശിവാനി രാജ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. 37 വർഷത്തിനിടെ ആദ്യമായാണ് ലെസ്റ്റർ ഈസ്റ്റിൽ ലേബർ ഇതര സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഹിന്ദു MP ആണ് ശിവാനി രാജ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.